അഡ്വക്കേറ്റ് ബൽദേവ്, എന്തുകൊണ്ടാണ് ഇപ്പം ഒരു സംഭവം ഉണ്ടായാൽ, ഒരു അതിക്രമം നേരിട്ടാൽ പോലീസിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു പൊതുബോധ്യത്തിലേക്ക് പാർട്ടി പ്രവർത്തകർ എത്തിക്കഴിഞ്ഞോ? പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രശ്നമല്ല ഇത്. ഈ ഗവൺമെന്റ് വന്നിട മുതൽ തന്നെ നമ്മൾ കാണുന്നൊരു പ്രതിഭാസമുണ്ട്. CPM-ഓ CPM-ന്റെ നേതാക്കന്മാരോ ഒന്നും അല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനം നമ്മൾ അതിനെ തള്ളിക്കളയുന്നൊന്നുമില്ല. SFIക്കാർ വയനാട് സംഭവമായാലും മറ്റ് കേരളത്തിലുണ്ടായ മറ്റു പല സംഭവമായാലും SFI എന്ന പേരിൽ ചില വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള സംഘർഷം ഉണ്ടാക്കാറുണ്ട്. ഇതൊന്നും പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പാർട്ടി നേതൃത്വം അതിനോട്ട് ന്യായീകരിക്കത്തുമില്ല. ശരിയാണ്, അവരെ അടിച്ചെങ്കിൽ അവർക്ക് നിയമപരമായ സംവിധാനത്തിലൂടെ അതിന് പ്രതികരിക്കാം. ആ നിയമപരമായ സംവിധാനത്തിലൂടെ പ്രതികരിക്കാതെ ആ പോലീസുകാർ ഒരു മാളിൽ വെച്ച് അദ്ദേഹം കുടുംബമായിട്ട് വന്നപ്പോൾ അടിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അതിന് ഇന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അതിന് പുതിയൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കാരണം ഒന്ന് എടുത്തിരിക്കുന്നത് BNS 114 പ്രകാരമുള്ള ബെയിലബിൾ ഒഫൻസും മറ്റൊന്ന് 118(1) പ്രകാരമുള്ള നോൺ ബെയിലബിൾ ഒഫൻസുമാണ്. അപ്പൊ ഇത് രണ്ടും പരിശോധിക്കണം. നോൺ ബെയിലബിൾ ഒഫൻസ് ഇടണോ, അദ്ദേഹം ഏതാണ്ട് വള കൊണ്ട് ഇടിച്ചു എന്ന് പറഞ്ഞാണ് 118(1) ഹാർട്ട് വിത്ത് വെപ്പൺ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് മാറ്റണം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുകൊണ്ടോ ഉള്ള ഒരു സംഭവമല്ല ഇത്. അപ്പൊ അതുകൊണ്ട് ഇത് ഗവൺമെന്റിനെ നമ്മൾ പ്രതികൂട്ടിൽ നിർത്തേണ്ട. SFIക്കാരായ വിദ്യാർത്ഥികൾ കേരളത്തിൽ അങ്ങും ഇങ്ങുമായിട്ട് ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ സർക്കാർ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. SFI എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ യുവജന സംഘടനയാണല്ലോ, അത് സമ്മതിക്കണമല്ലോ. അവർക്ക് പോലും ആഭ്യന്തര വകുപ്പിലേക്ക് ഒരു പരാതിയുമായി പോകാൻ ഉള്ള വിശ്വാസമില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, തീർച്ചയായിട്ടും അത് ഇവിടെ അവിശ്വാസത്തിന്റെ പ്രശ്നമല്ല. ഗവൺമെന്റിൽ പരാതി കൊടുത്താൽ, ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ കഡ്മാന്റെ കാര്യം. അപ്പൊ ഗവൺമെന്റിൽ പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും അത് അന്വേഷിച്ച് പോലീസ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ അതിനുള്ള തന്നെയുള്ള പോലീസുകാരൊക്കെ തന്നെ കേരളത്തിലുള്ളത്. അല്ല ഭരണപക്ഷത്തിന്റെ പരമാവധി ചോദ്യം അല്ല. അതല്ല, ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിൽ ഭൂരിപക്ഷമല്ല കുറെ വിദ്യാർത്ഥികൾ ഗവൺമെന്റിനെ ഈ രീതിയിലുള്ള നാണം കെടുത്തതിന് പരസ്യമായിട്ട് ഗവൺമെന്റിനെ തലചായ്ച്ച് നിൽക്കത്തക്ക രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇവരൊന്നും SFIയുടെ ഔദ്യോഗിക ഭാരവാഹികളൊന്നുമല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ വയനാട് സംഭവത്തിൽ SFIയുടെ മറ്റു നേതാക്കന്മാരൊന്നും ഉൾപ്പെട്ട എല്ലാ പ്രാദേശികമായിട്ട് ആ സ്കൂളിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണിച്ചു. അതിനെതിരെ ശക്തമായ നടപടിയുണ്ടായി. അവർക്കെതിരെ ഇടാവുന്നതിന്റെ പരമാവധി കുറ്റം ചുമത്തി ഗവൺമെന്റ് കേസെടുത്തിട്ടുണ്ട്. അവർ നിരവധി മാസങ്ങളുള്ള ആ പ്രതികളൊക്കെ ജയിലിൽ കിടന്നു. ഇവിടെയും അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അസിസ്റ്റന്റ് കമ്മീഷണറെ അന്വേഷിക്കാനായിട്ട് നിയമിച്ചു. പദവിയുണ്ടോ എന്ന് രേവന്ത് വഞ്ചൂർ ഏരിയ പ്രസിഡന്റാണ്, നികുഞ്ചൻ SFI വഞ്ചൂർ ഏരിയ സെക്രട്ടറിയാണ്. ഇതൊക്കെ ഔദ്യോഗിക പദവിയായി വ്യാഖ്യാനിക്കാമോ? SFIയുടെ ഏരിയ സെക്രട്ടറി പ്രസിഡന്റ് എന്നും പറയുന്നതൊന്നും പാർട്ടിയിലെ വലിയ സ്ഥാനങ്ങളൊന്നും അല്ല. അത് വിദ്യാർത്ഥി സംഘടനകൾ കാലാകാലങ്ങളിൽ SFIയുടെ ഒരു പ്രാദേശികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഘടന പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ പോലുമല്ല. ഏരിയ കമ്മിറ്റികളൊന്നും തന്നെ SFIക്ക് ആയാലും അങ്ങനെ വിദ്യാർത്ഥി സംഘടന KSC-നായാലും ഒന്നും ഏരിയ കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റിനൊക്കെ എടുത്തു, അതൊരു കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ളതല്ലേ ഉള്ളൂ. അവരൊന്നും ഔദ്യോഗികമായിട്ട് സ്ഥാനങ്ങളിലൊന്നും ഇരിക്കുന്നവരല്ല. ഒരു പേരിനുള്ള ഒരു പേപ്പർ സംഘടന എന്ന് മാത്രം പറയാം. അവരൊന്നും പാർട്ടിയുമായിട്ട് അത്ര ഔദ്യോഗികമായ ബന്ധങ്ങളുള്ളവരില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഈ കൊല്ലം ശ്രീനാരായണ പാർട്ടിയുമായി ബന്ധമില്ല, SFIക്കാരല്ല. ഇതൊരു വ്യക്തിപരമായ പ്രശ്നമാണെന്ന് തന്നെ കണക്കാക്കുകയാണെങ്കിൽ പോലും അവിടെയും എന്റെ ചോദ്യം, ഒരു പോലീസിൽ ഇപ്പം നോക്കൂ, ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ എല്ലാവരും എന്നെ ആരെങ്കിലും തല്ലി, എന്നാൽ ഞാൻ തിരിച്ചു തല്ലാം. അങ്ങനെയാണ് നാട് എവിടേക്ക് പോകും? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എടുത്ത് കാണിച്ചുകൊണ്ട് എല്ലാവരും എടുത്തിരിക്കും എല്ലാവരും വരുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പുറത്തും തന്നെ പറഞ്ഞില്ലേ, ഇവിടെ CPM-മാർക്ക് എത്രയോ പേർക്ക് ഈ ഗവൺമെന്റ് വന്നപ്പോൾ CPM-ന്റെ നേതാക്കന്മാർക്ക് അടികൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്നോടൊപ്പം മറ്റു പോലീസ് ഉദ്യോഗസ്ഥരിപ്പുണ്ട്, അവർക്കറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് CPM-ന്റെ വലിയ നേതാക്കന്മാർക്ക് പോലീസ് സംഘർഷത്തിൽ അടിയേറ്റിട്ടുണ്ട്. അവരൊക്കെ പോലീസുകാർ തിരിച്ചടിക്കാൻ പോയി. എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം പോലീസുകാർ